ശേഷം, എനിക്ക് തോന്നുന്നു വർഷങ്ങൾക്ക് ശേഷം തോന്നുന്നു, ഞാനൊരു യൂട്യൂബ് വീഡിയോ, ഒരു വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഗെറ്റപ്പ് ഒക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടായിരിക്കുമല്ലോ എന്തായിരിക്കും. ഓണം അനുബന്ധിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ്. കാരണം ഇപ്പൊ ഓണം വരാൻ ഇനി കുറച്ചധികം നാളുണ്ട്. പിന്നെന്താ ഇത്ര നേരത്തെയും ചോദിച്ചു കഴിഞ്ഞാല്, ഞാൻ മീഷോയിൽ നിന്ന് മുന്നേ മേടിച്ച, അല്ലെങ്കിൽ എല്ലാ ഓണത്തിനും വാങ്ങുന്ന കുറച്ച് ജ്വല്ലറീസിന്റെ ഒരു വീഡിയോ ആണ്. ആൺകുട്ടികളുണ്ടെങ്കിൽ ഐ എം വെരി സോറി ഇളയമാരെ, ഈ വീഡിയോ കാണണ്ട. പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. കുറച്ച് കമ്മലും മാലയും ഒക്കെയാണ് ഈ വീഡിയോയിൽ ഞാൻ കാണിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സൈഡിലൊരു ബെൽ ബട്ടൺ കാണും, അതുകൂടി ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാനായിട്ട് മറക്കണ്ട. കാരണം അത് ക്ലിക്ക് ചെയ്താൽ മാത്രമേ നോട്ടിഫിക്കേഷൻസ് വരത്തുള്ളൂ. ഇപ്പൊ കുറെ നാളെ ഞാൻ വീഡിയോസ് എടുത്തിട്ട്, എന്നാലും ഞാൻ ചെറിയ ചെറിയ ഷോർട്സ് ഒക്കെ ഇടാറുണ്ട്. ഞാനും ഹസ്ബൻഡോടും AI ജനറേറ്റഡ് വീഡിയോ ഒരുപാട് മോനും ഹസ്ബൻഡ് ഇടാറുണ്ട്. ഞാനും ചെറിയ ചെറിയ ഷോർട്സ് ഒക്കെ ഇടാറുണ്ട്. അപ്പം നിങ്ങൾ എന്തായാലും ചാനൽ മിസ്സാക്കണ്ട, ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അപ്പോൾ നമുക്ക് നൈസായിട്ട് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പൊ വീഡിയോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ മീഷോ എന്നുള്ള കുറച്ച് അടിപൊളി പ്രൊഡക്ട്സ് ആണ്. ഇനിയിപ്പോ ഓണം വരാൻ പോകണം, 2 മാസം ഉണ്ടെങ്കിൽ കൂടിയും മീഷോ, നിങ്ങൾക്ക് അറിയാലോ, മീഷോയിൽ നമ്മളൊരു സാധനം മേടിച്ച് കഴിഞ്ഞാൽ വീട്ടിൽ വരണമെങ്കിൽ ഞങ്ങളുടെ ട്രിവാൻഡ്രത്തൊക്കെ ആണെങ്കിൽ ഒരു 1.5 ആഴ്ചയൊക്കെ എന്തായാലും എടുക്കും എന്നാണ്, അല്ലെങ്കിൽ ഒരു 10 ദിവസമൊക്കെ എന്തായാലും എടുക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഓണത്തിന് മുന്നേ തന്നെ മേടിച്ച് വെക്കാം. ഞാൻ അങ്ങനെയാണ് മീഷോയിൽ നിന്ന് സാധനങ്ങൾ മേടിക്കാറ്. ഞാൻ എല്ലാം ഇങ്ങനെ പ്ലാൻ ചെയ്യും. ഇപ്പോൾ ഓണം 1.5 മാസം കഴിഞ്ഞിട്ടാണെങ്കിൽ ഞാൻ ഇപ്പോഴേ മേടിച്ചൊക്കെ സ്റ്റോക്ക് ചെയ്ത് വെക്കും. പിന്നെ ഓടി തപ്പുണ്ടല്ലോ, അതുകൊണ്ടാണ്. ഈ ഇടയ്ക്ക് ഞാൻ കുറച്ച് ഓർണമെന്റ്സ് മേടിച്ച് കൂട്ടി. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല്, ഒരു 6-7 മാസങ്ങൾക്ക് മുന്നേ എൻ്റെ ഒരു റിലേറ്റീവിൻ്റെ ഒരു കല്യാണം ഉണ്ടായിരുന്നു. ഷോർട്സ് ആയിട്ടൊക്കെ ഞാൻ ചെറുതായി ഇട്ടിട്ടുണ്ട്. ഹൈദരാബാദിൽ വെച്ചിട്ടായിരുന്നു. അപ്പം ഞാനൊരു 2 ദിവസത്തെ കല്യാണത്തിന് പോയി തിരിച്ചു വന്നു. പക്ഷെ അമ്മ 10 ദിവസത്തോളം കല്യാണത്തിന് അവിടെ ഉണ്ടായിരുന്നു. 10 ലൈക്ക് കുറച്ചധികം ചടങ്ങുകൾ ഉണ്ടായിരുന്നു ആ കല്യാണത്തിന്. അപ്പൊ എല്ലാ ദിവസവും അമ്മ സാരിയൊക്കെ കൊടുക്കുമ്പോഴത്തേക്ക് അമ്മയ്ക്ക് ഇതിന് മാച്ചിനെ കുറെ ഡ്രസ്സൊന്ന് ഓർണമെന്റ്സ് മേടിച്ച് കൂട്ടിയതാണ് ഞാൻ. അതും കല്യാണം അടുപ്പിച്ച് മേടിച്ചതല്ല, കുറച്ച് മാസങ്ങളായിട്ട് ഇങ്ങനെ ഒരു മാസം 2 വെച്ചിട്ടൊക്കെ മേടിച്ച് കൂട്ടിയതാണ്. അപ്പൊ അത് നിങ്ങൾക്ക് ഓണത്തിന് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഇപ്പോഴേ മേടിച്ചിട്ട് ഓണത്തിനൊക്കെ ഇടാമല്ലോ. അതുകൊണ്ടാണ് നേരത്തെ തന്നെ വീഡിയോസ് എടുത്തു വെക്കാം, അപ്ലോഡ് ചെയ്യാന്ന് വിചാരിച്ചത് കേട്ടോ. ഇപ്പൊ മണി 1:30-1:45 അർദ്ധരാത്രി. അമ്മേച്ചനൊക്കെ നല്ല ഉറക്കമാണ്. ഞാൻ നൈറ്റ് ഷിഫ്റ്റ് വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ എനിക്ക് ഉറക്കമേ ഇല്ല ശനി ഞായർ ദിവസങ്ങളിൽ. അപ്പം എനിക്ക് ഒരു ചെറിയൊരു പനി ഉണ്ടായിരുന്നു ഫ്രൈഡേ. അപ്പോൾ ഫ്രൈഡേ സാറ്റർഡേ സൺഡേ 3 ദിവസം അവധി കിട്ടി. അങ്ങനെ കുറേ ദിവസം കൊണ്ട് ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നതാണ് ഒരു ഓണം അനുബന്ധിച്ചൊരു വീഡിയോ, ഒരു മേക്കപ്പ് വീഡിയോ ഒക്കെ എടുക്കണം. മേക്കപ്പ് വീഡിയോ ഒക്കെ എടുക്കും ഞാൻ, വഴിയിൽ വരുന്നതായിരിക്കും നിങ്ങൾക്ക് കാണാം. സാരിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഒരു ഗോൾഡൻ സാരി തന്നെ വേണം എന്ന് എനിക്ക് നിർബന്ധമായിരുന്നു. കാരണം എല്ലാ ജ്വല്ലറിയും മാച്ചായി പോകുന്ന ഒരു സാരീൻ്റെ കളർ എന്ന് പറയുന്നത് ഗോൾഡൻ കളർ. അതുകൊണ്ട് പിന്നെ അതെ, വളകൾ സ്വർണ്ണവളയാണ് നടുക്കിരിക്കുന്നത്. ഇത് ആക്ച്വലി എൻ്റെ വളയിടൽ ചടങ്ങിന് ഈ കൈ കിടക്കുന്ന കേട്ടോ, വളയിടൽ ചടങ്ങിന് എനിക്ക് ഇട്ട വളയാണിത്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, ഞാൻ തന്നെ സെലക്ട് ചെയ്തൊരു വള. പിന്നെ ഇത് അതുപോലത്തെ ഒരു വള, ഭയങ്കര സിമിലർ അല്ല, പക്ഷെ എന്നാലും ഏതാണ്ട് സിമിലറാണ്. ഇത് കല്യാണത്തിന് ഇതുപോലെ പെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ മേടിച്ചത്. ഇത് ആക്ച്വലി ചെറിയ അളവാണ് കേട്ടോ, ഇത് അവിടെ നിന്ന് ഇങ്ങോട്ട് പോകത്തില്ല. ഇത് കുറച്ചുകൂടെ വലുതാണ്. എൻ്റെ കൈ ഒരു മാജിക്കൽ കൈയാണ്, എല്ലാ അളവുകളും എൻ്റെ കയ്യിൽ കയറും. പക്ഷെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഒതുങ്ങും. അപ്പം എത്ര കുഞ്ഞ് അളവാണെങ്കിലും അതെൻ്റെ കയ്യിൽ കയറും. അങ്ങനെ അപ്പം അതാണ് ഈ വളകൾ. ഓക്കെ, എനിവേ ബാക്കി മോതിരം ഇതെല്ലാം ഗോൾഡാണ്. ഈ മോതിരം മോനുവിൻ്റെ കല്യാണത്തിന്, ഞങ്ങളുടെ കല്യാണത്തിന് മോനുവിൻ്റെ റിലേറ്റീവ് ഗിഫ്റ്റ് കൊടുത്താണ്. മോനുവിന് ചെറുതായിപ്പോയി, പക്ഷെ എനിക്കിടാൻ പറ്റും. അങ്ങനെ ഈ സിന്ദൂരമൊക്കെ ഇട്ട് ഞാൻ ആദ്യമായിട്ടായിരിക്കും ഒരു വീഡിയോയിലൊക്കെ ഇങ്ങനെ വരുന്നത്. അപ്പോൾ അതാണ് സംഭവം. അപ്പോൾ നമുക്ക് നൈസായിട്ട് ഓരോ പ്രൊഡക്ട്സ് കാണാം. സോ ഫസ്റ്റ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഞാൻ ഇട്ടിരിക്കുന്ന ഈ ഒരു മാല തന്നെയാണ്. ഈ ഒരു മാലയ്ക്ക് വെറും 162 രൂപ മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ കൂടെ തന്നെ ഒരു ഇയറിംഗ് കിട്ടും. അപ്പോൾ എൻ്റെ സെയിം ഇയറിംഗ് ആണ് കിട്ടുന്നത്. അതിപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് ഏതൊരു ഡപ്പയിലാണ് നോക്കിയെടുക്കാൻ സമയമില്ല ഗൈസ്, ഐ എം സോറി. ഒരു മാറ്റ് ഗോൾഡ് ഫിനിഷാണ് വരുന്നത്. എല്ലാ സ്കിൻ ടോണുകാർക്കും ചേരും. അടുത്തത് ഈ ഒരു മാലയാണ് ഗൈസ്. ഇതിൻ്റെ റേറ്റ് വെറും 311 മാത്രമേ ഉള്ളൂ. കഴിഞ്ഞ ഓണത്തിന് ഒരു ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട് ഞാൻ മേടിച്ചൊരു മാലയാണ്. പക്ഷേ ഇത് നിങ്ങൾ മേടിക്കുമ്പോൾ സൂക്ഷിക്കണം, കാരണം ഇത് കുറച്ച് ചങ്കി ആയിട്ടുള്ളൊരു മാലയാണ്. ഈ മാലയുടെ കൂടെ വന്നിരിക്കുന്ന ഇയറിങ്സ് എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. ഇതും ഈ മാലയും കൂടെ ഒരുമിച്ച് നിങ്ങൾ ഇടാനേ പാടില്ല. ഈ കമ്മൽ ഇടുകയാണെങ്കിൽ ഒരു സിമ്പിൾ മാല ഇടുക, അല്ലെങ്കിൽ ഈ മാല ഇടുകയാണെങ്കിൽ ഒരു സിമ്പിൾ കമ്മൽ ഇടുക. പിന്നെ രണ്ടാമത്തെ ഒരു ഡ്രോബാക്ക് ഈ മാലയുടെ എന്ന് പറയുമ്പോഴത്തേക്കും ഇതിൻ്റെ കളറ് എല്ലാവർക്കും ചേരുന്ന ഒരു കളറല്ല, മാറ്റ് ഫിനിഷ് അല്ല, ഒരു ഗോൾഡൻ ടച്ച് കൂടുതലുണ്ട്. ഇപ്പോൾ ഗോൾഡ് യൂസ് ചെയ്യാതെ ബ്രൈഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് പെർഫെക്റ്റ് ആയിട്ട് ഇത് യൂസ് ചെയ്യാം.
അടുത്ത മാലയുടെയും റേറ്റ് വെറും 161 റുപ്പീസ് മാത്രമാണ് ഗൈസ്. ഇതിനകത്ത് ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു ലോങ് ചെയിനാണ്, ഒരു ലോങ് ഹാരം പോലത്തെ ഒരു മാലയാണ്. ഇതിൻ്റെ താഴെ കണ്ടില്ലേ കുറേ പേൾസ്, റൂബി അങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ട്. ഇയറിങ്സും ഉണ്ട്. ഇതും മാറ്റ് ഫിനിഷ് അല്ല, യെല്ലോ ടിൻ്റ് കൂടി നിൽക്കും. പക്ഷേ നിങ്ങൾക്ക് മാച്ച് ആവാൻ ഒരു ഐഡിയ ഉണ്ട്, അത് ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം കേട്ടോ. അടുത്ത ഈ മാലയുടെ റേറ്റ് വെറും 168 റുപ്പീസേ ഉള്ളൂ ഗൈസ്. ഇതാണ് ഇതിലുള്ളതിൽ വെച്ചിട്ട് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു മാല. ബ്ലാക്ക് ക്രിസ്റ്റൽ മുത്തുകളാണ്, കുഞ്ഞു കുഞ്ഞു മുത്തുകളാണ്, ഭയങ്കര തിളക്കമാണ്. ആൻഡ് ഇതിന് ഇയറിങ്സ് ഇല്ല, മാല മാത്രമേ ഉള്ളൂ. പിന്നെ ഈ മാല ഒരു AD ടച്ചൊക്കെ ഉള്ളൊരു മാലയാണ്. ആ ഒരു സ്റ്റോൺസ് ഒക്കെ കണ്ടില്ലേ, ഭയങ്കര പ്രിട്ടിയാണ് കാണാനായിട്ട്. പിന്നെ എൻ്റെ ഒരു സജഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ മാല ഇടുമ്പോൾ ഒരു ലൈറ്റ് കളർ സാരി അല്ലെങ്കിൽ ലൈറ്റ് കളർ ഡ്രസ്സ് മാത്രം ഇടുക കേട്ടോ. റെഡ് അങ്ങനത്തെ ഇടാതെ ഒരു ഗോൾഡൻ കളർ അല്ലെങ്കിൽ ഒരു ക്രീം കളർ അല്ലെങ്കിൽ ഒരു പിങ്ക്, ബേബി പിങ്ക് അങ്ങനെയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര പ്രിട്ടിയാണ്. ഇനി അടുത്ത ഈ ഒരു മാല ജസ്റ്റ് 246 റുപ്പീസ് മാത്രമേ ഉള്ളൂ ഗൈസ്. ആൻഡ് ഇതിൻ്റെ ഒരു കളർ വന്നിട്ട് വളരെ ഈ മാറ്റ് ഗോൾഡാണ്, നല്ല ട്രഡീഷണൽ പക്ക നമ്മുടെ നഗാസൊക്കെ ഇല്ലേ അതിൻ്റെ ഒരു ബ്ലാക്ക് ഒരു കളറൊക്കെ വന്നിട്ടുള്ള ആ ഒരു കളറാണ്. എല്ലാ സ്കിൻ ടോണുകാർക്കും അടിപൊളിയായിട്ട് ചേരും. ആൻഡ് ഇതെല്ലാം ഐഡിയലായിട്ടുള്ള മാലകളാണ്, എല്ലാം ഈ ദേവിയുടെ പടം അങ്ങനെയൊക്കെയാണ്. കൂടാതെ ഈ മാലയ്ക്ക് ഒരു ഇയറിംഗ് കൂടിയുണ്ട്. എന്ത് രസമാണെന്ന് നോക്കിയാൽ ഭയങ്കര ക്യൂട്ടായിട്ടുള്ളൊരു ഇയറിംഗ് ആണ് കേട്ടോ. എനിക്കിതെന്തായാലും ഒത്തിരി ഇഷ്ടമായി. ഇനി നമ്മുടെ ലാസ്റ്റ് മാലയാണിത്. ഇത് വെറും 168-നാണ്, കോംബോ ആണ് കേട്ടോ. അതായത് ഈ 2 മാലയും 2 കമ്മലും കൂടി വെറും 168 രൂപയ്ക്കാണ്. ഇതിലും വില കുറഞ്ഞ നിങ്ങൾക്ക് എങ്ങും കിട്ടാൻ പോകുന്നില്ല. പക്ഷേ ഇതൊരു മംഗൽസൂത്ര കൈൻഡ് ഓഫ് ഒരു മാലയാണ്. ഇതിപ്പം നിങ്ങൾ മേടിച്ചിടണം ഓണത്തിനെന്ന് ഞാൻ പറയത്തില്ല, കാരണം കമ്മലൊക്കെ തീരെ ചെറുതാണ്. കമ്മൽ ഞാൻ ഇടാറ് പോലും ഇല്ല, എനിക്ക് ഇട്ടിട്ടും ഒരു ഭംഗിയൊന്നുമില്ല. പക്ഷേ നിങ്ങളുടെ അമ്മമാർക്കൊക്കെ ഈ മാല അടിപൊളിയായിരിക്കും, ആ കമ്മലൊക്കെ അടിപൊളിയായിരിക്കും. നിങ്ങളുടെ ഫേസ് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് മാറ്റിയൊക്കെ ഇടാവുന്നതാണ്. അമ്മമാർക്ക് എന്തായാലും ഞാനിത് സജസ്റ്റ് ചെയ്യും. അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് എല്ലാ മാലയും കമ്മലും ഒക്കെ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇതെന്താണ് പെട്ടെന്ന് ഈ കോലത്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ. അപ്പോഴാണ് നഗ്ന സത്യം ഞാൻ മനസ്സിലാക്കിയത്, ഞാൻ വീഡിയോൻ്റെ ഔട്ട്രോ എടുത്തിട്ടില്ല ഗൈസ്. താങ്ക് യു സോ മച്ച്. കാരണം ഒരുപാട് നാളായിട്ട് ഞാൻ വീഡിയോസ് ഒന്നും എടുക്കാറില്ലല്ലോ, അപ്പോൾ മറന്നുപോയി. പിന്നെ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഞാൻ കുറേ മിസ്റ്റേക്ക് ഞാൻ തന്നെ അനലൈസ് ചെയ്തു. എല്ലാ കമ്മലും മാലയിട്ടിട്ട് ഞാൻ ഒരേ എക്സ്പ്രഷനും ഒരേ ഇങ്ങോട്ടൊന്നും അങ്ങോട്ട് നോക്കിക്കൊണ്ടൊക്കെയാണ് ഇരുന്നത്. പക്ഷെ നിങ്ങൾ ഇത് എക്സ്ക്യൂസ് ചെയ്യുക, കാരണം മുടിയൊക്കെ ജട പിടിച്ചു പോയി. ഞാൻ ഹെയർ സ്റ്റൈലൊക്കെ ചെയ്തിരുന്നില്ല, അതാണ് കേട്ടോ. അപ്പം നിങ്ങൾ ക്ഷമിക്കുക, എന്നിട്ട് ഈ വീഡിയോ കാണുക, എന്നിട്ട് പഴയ ആര്യസ് കോപ്പൈൻസ് തിരിച്ചു വന്നിരിക്കുകയാണെന്നൊക്കെ പറയുക. പഴയത് തന്നെയാണ്, പുതിയതൊന്നും അല്ല. പക്ഷേ കുറേ നാളായില്ലേ ലോങ് വീഡിയോസ് ഒക്കെ എടുത്തിട്ട്, അപ്പോൾ ടച്ചൊക്കെ വിട്ടുപോയി, മറന്നേ പോയി. ഇൻട്രോ ഒക്കെ എന്തായിരുന്നു, എഡിറ്റ് ചെയ്യാനും ഒക്കെ ഞാൻ മറന്നുപോയി. അപ്പോൾ ഞാൻ അങ്ങനത്തെ ഒരു കണ്ടീഷനിലാണ്. പക്ഷെ നമ്മൾ പവർഫുള്ളായിട്ട് തിരിച്ചു വന്നിരിക്കും. അപ്പോൾ ഗൈസ്, നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാമല്ലോ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ പിന്നെയും ഉടനെ തന്നെ തിരിച്ചു വരുന്നതായിരിക്കും. സോ ഗൈസ്, ബൈ, ടേക്ക് കെയർ.